ശവം. ദേ ഇവിടെ ഒന്നിരിക്കാണോ? എന്തായി തീരുമാനം? എന്ത് തീരുമാനം? വനിതാ കമ്മീഷൻ അവിടെ എന്ത് മൊഴിയെടുക്കാനാ പോകുന്നത്? അതെന്തിനാ നീ അറിയുന്നത്? അറിയണം. നീ പറയാൻ പോകുന്ന മൊഴിയെ നീലിന്റെ ജീവിതം തകർക്കാൻ പോകുന്നതാണോ അല്ലയോ എന്ന് എനിക്കറിയണ്ടേ? ഇപ്പൊ അതൊന്നും അറിയണ്ട. അപ്പോ നീ ഇവിടെ നെഗറ്റീവ് പറയൂ അല്ലേ? ചിലപ്പോ പറയും. അപ്പോ നീലിന്റെ ജീവിതം നിനക്കൊരു പ്രശ്നമല്ല. എന്റെ ജീവിതം ഈ പറയുന്ന ആൾക്കൊരു പ്രശ്നമല്ലല്ലോ. എനിക്ക് തരാത്ത പരിഗണന ഞാൻ എന്തിനാ തിരിച്ചു കൊടുക്കുന്നേ? ഇടി നീലിനെ തകർത്തിട്ട് നിനക്ക് എന്ത് കിട്ടും? ഈ ചോദ്യം വേണമെങ്കിൽ എനിക്ക് തിരിച്ചും ചോദിക്കാം. ഞാൻ പക്ഷെ ചോദിക്കുന്നില്ല. നിന്റെ ഔദാര്യം ഇവിടെ ആർക്കും വേണ്ടടി. പിന്നെ എന്തിനാ എന്റെ മുമ്പിൽ വന്നതെന്ന് കെഞ്ചുന്നേ? ആര് കെഞ്ചി? ധൈര്യം ഉണ്ടെങ്കിൽ നീ നീലിനെതിരായിട്ട് മൊഴി കൊടുത്ത് നോക്ക്. അപ്പൊ അറിയും വിവരം. നീ എന്ത് ചെയ്യും? ആദ്യം കൊടുക്കടി, എന്നിട്ടല്ലേ ബാക്കി. ഗൗരി, മര്യാദയ്ക്ക് അപ്പുറത്തെങ്ങാനും പോയി നിക്ക. ഭ്രാന്തെടുത്ത് നിക്കാ ഞാൻ. ചിലപ്പോ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോവും. ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ? ഒരു പാവം പിടിച്ച ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിച്ചതിലും വലുതാണോ ഇനി നീ ചെയ്യാൻ പോകുന്നത്? ചാനലിൽ കടലാസ് എടുത്തെടുത്ത് നാണം കെടുത്തിയത് ഒരു സിനിമാക്കാരന്റെ മനസ്സാണെന്ന് നീ ഓർത്തില്ലല്ലോ. ഗൗരി, നമുക്ക് ഈ വിഷയം സംസാരിക്കണ്ട. പ്രത്യേകിച്ച് നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നോട് നീ സംസാരിക്കണ്ട, പക്ഷേ പലരോടും നിനക്ക് സംസാരിക്കേണ്ടി വരും. ഞാൻ വെല്ലുവിളിക്കുന്നു നിന്നെ നീലിനെതിരെ കമ്മീഷന് മുമ്പിൽ മൊഴി കൊടുക്കാൻ. അങ്ങനെ ചെയ്താ ഞാൻ നിനക്കൊരു ഷേക്ക് ഹാൻഡ് തരും. എനിക്ക് വേണ്ട നിന്റെ ഷേക്ക് ഹാൻഡ്. പിന്നെ വെല്ലുവിളി? ഒരു വെല്ലുവിളിയും ഇതുവരെ സ്വാതി ഏറ്റെടുക്കാതിരുന്നിട്ടില്ല. അങ്ങനെ പേടിച്ചോടുന്നവളല്ല. അത് നിനക്ക് മനസ്സിലാവും കമ്മീഷന്റെ മുമ്പിൽ തെളിവെടുപ്പ് കഴിയുമ്പോ. ആ വേദേ, ഞാനാ. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഞാൻ നന്നായിട്ട് എരികേറ്റിട്ടുണ്ട്. കമ്മീഷന്റെ മുമ്പില് അവള് നീലിനെ പൊരിക്കും. നമുക്കും അത് തന്നെയാണല്ലോ വേണ്ടത്. തനിക്കെതിരെ മൊഴി കൊടുക്കുന്ന സ്വാതിയെ എന്നേക്കുമായിട്ട് നീല് പടിയിറക്കും, മനസ്സിന്നും വീട്ടിൽ നിന്നും. അതെ, ആ ഗുഡ് ന്യൂസിന് വേണ്ടിട്ട് നീ കാത്തിരിക്കുക.